നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു മെക്കാനിക്ക് വന്ന് റിപ്പയർ ചെയ്യുമ്പോഴേക്കും കുറെ സമയവും. തനിക്ക് കമ്പനിയിൽ കൃത്യസമയത്ത് കയറണ്ടേ? ഞാനൊരു ഓട്ടോ പിടിച്ചുതരാം. ശരി. ഓട്ടോ ഓട്ടോ ഓട്ടോ. വാ, കയറ്റി വിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. പ്രിയഞ്ചേട്ടൻ വണ്ടി വേഗം ശരിയാക്കിയാ മതി. 100 രൂപയിൽ കൂടുതൽ ചോദിച്ചാൽ കൊടുക്കരുത്. പോൻ ചേട്ടാ. എങ്ങോട്ടാ? PKR കമ്പനിയിലേക്ക് പോകാൻ എത്ര രൂപയാവും? 100 രൂപയാവും മോളെ. ആ ശരി ഏട്ടാ. ചേട്ടാ, ഇപ്പോഴേ കുറച്ച് വൈകി. ഒന്ന് വേഗം പോകാമോ? വേഗം എത്തിക്കാം. പാറ ടെൻഷൻ അടിക്കണ്ട. ചേട്ടൻ എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ മോക്ക് മനസ്സിലായില്ലേ? പെൺകുട്ടികളെല്ലാം എളുപ്പത്തിൽ മറക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്താ ചേട്ടാ ഇങ്ങനൊക്കെ പറയുന്നേ? മോളുടെ ശമ്പളക്കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി മരണപ്പാച്ചിൽ നടത്തിയ ആ പയ്യനെ പോലും മോള് മറന്നു. പിന്നെയാണോ എന്റെ കാര്യം? കളഞ്ഞുപോയ ശമ്പളക്കാശ് തിരിച്ചു കിട്ടിയോ? നിന്റെ ശമ്പളക്കാശ് വണ്ടി വീണെന്ന് അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതേ കാശ് ആ കവറടക്കം പാറുവിന്റെ കയ്യിലെത്തിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിന്റെ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി അയാൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? അയാളുടെ പേര് ചേട്ടനൊന്ന് ഓർത്ത് നോക്കോ? അയാളെ പേര് എനിക്ക് അറിയില്ല മോളെ, ഞാൻ ചോദിച്ചില്ല. ചേട്ടൻ ഗന്ധർവനെ കണ്ട ആളല്ലേ? ഭാഗ്യം, ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? കല്യാണം എപ്പോഴാ? കല്യാണോ? മോളുടെ ഗന്ധർവനെ ഞാൻ കണ്ടു. അവനാണ് മോളുടെ കല്യാണക്കാര്യം പറഞ്ഞത്. ചേട്ടൻ വണ്ടി നിർത്ത്. ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് ഗന്ധർവൻ പറഞ്ഞോ? ആ, കുറച്ചു നാള് മുമ്പ് ഒരു ഓട്ടത്തിന് പോകുമ്പോ വഴിയിൽ വെച്ച് ഞാൻ നിന്റെ ഗന്ധർവനെ കണ്ടു. അപ്പോഴാണ് നിനക്കൊരു നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണമായെന്ന് അവൻ പറഞ്ഞത്. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറിയണമെന്ന് അവൻ പറഞ്ഞു. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഇതെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെന്താ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞേ? എനിക്കറിയില്ല ചേട്ടാ. ഞാനിപ്പോഴും ഗന്ധർവനെ തേടിക്കൊണ്ടിരിക്കുക. കുറച്ചു നാളായി അയാളുടെ കത്തുകൾ കാണാത്തപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഇപ്പോഴാ അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത്. എനിക്ക് വേറെ ആരെയോ ഇഷ്ടമാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു കാണും. ഇത് ഞാൻ ഗന്ധർവനെ എങ്ങനെ അറിയിക്കും? ചേട്ടൻ അയാളുടെ ശരിക്കുള്ള പേരോ അഡ്രസ്സോ അറിയോ? അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല മോളെ. അയാളെ എവിടെ വെച്ചാ ചേട്ടൻ കണ്ടത്? ഇവിടെ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാ കണ്ടേ. അവിടെ എന്തോ ജോലിക്കാര്യത്തിന് പോകുന്നെന്നാ പറഞ്ഞേ. ഗന്ധർവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരവസരം കൂടി എനിക്ക് നഷ്ടമായി എന്ന് ആലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കരയാണോ? ഞാൻ ഈ സിറ്റി മുഴുവൻ വണ്ടി ഓടിക്കുന്ന ആളാ. എന്നെങ്കിലും ഒരിക്കൽ അവൻ എന്റെ കൺമുന്നിൽ വന്ന് പെടും. അപ്പൊ തന്നെ ഞാൻ മോളെ വിളിച്ചറിയിക്കാം. ഇതില് മോളെ നമ്പർ കയറ്റി തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. മോള് വിഷമിക്കണ്ട. അവനെ നീ ആത്മാർത്ഥമായി തിരയുന്നുണ്ടെങ്കിൽ വിധി അവനെ നിന്റെ മുന്നിൽ എത്തിക്കും. പോ മോളെ.
കോഫി ഭയങ്കര സ്ട്രോങ് ആണല്ലോ. എനിക്ക് വേണ്ട. ഞാനുണ്ടാക്കി തരുന്ന കോഫി നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? നിനക്കിപ്പോ പാർവതി ഉണ്ടാക്കി തരുന്ന കാപ്പിയല്ലേ ഇറങ്ങൂ. ഡാഡി, ഞാൻ ഓഫീസിലേക്ക് പോവാ. എന്താ സീത നീ ഇങ്ങനെ? അവനിപ്പോ എന്നെ നോക്കിയൊന്ന് ചിരിച്ച് സംസാരിക്കാറുണ്ടോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ പോലും എങ്ങനെയെങ്കിലും കഴിച്ചു തീർത്തിട്ട് ആ ദരിദ്രവാസിയെ കാണാൻ പോണെന്നാ അവൻ ആകെ ചിന്തിക്കുന്നത്. അപ്പൊ ഒന്നും നിങ്ങൾ അവനോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. ഇപ്പതാ അവന് സ്നേഹത്തോടൊരു കോഫി ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിന് ടേസ്റ്റില്ലെന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? നിങ്ങൾ ഒരു പരാതിയും പറയാതെ കുടിക്കുന്നുണ്ടല്ലോ. ഞാൻ കുടിക്കുന്ന പോലെ അഭിനയിക്കായിരുന്നു. കാപ്പി വളരെ സ്ട്രോങ് ആണ്, കുടിക്കാൻ പറ്റുന്നില്ല. സംശയമുണ്ടെങ്കിൽ നീ കുടിച്ചു നോക്ക്. ദാ കണ്ടോ, നിനക്ക് പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നീ കൈലാഷിനെ വഴക്ക് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തോന്നില്ലേ? നിന്റെ ഈ എടുത്തിയാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? ഇന്ന് അങ്കിൾ ഓഫീസിൽ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഫയൽസ് സൈൻ ചെയ്യിപ്പിക്കാൻ വന്നതാ. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഓഫീസിലേക്ക് വരുന്നതാണ് ബുദ്ധി. നീ ഫയൽസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നോളൂ. ഞാൻ അവിടെ വെച്ച് ചെക്ക് ചെയ്ത് ഒപ്പിട്ടോളാം. ഞാൻ ആന്റിയോട് കൂളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. എന്റെ സ്ഥാനത്ത് നീയാണെങ്കിലേ എന്റെ വിഷമം മനസ്സിലാവും. ദിവസം ചെല്ലുന്തോറും ആ പാർവതി കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുക. അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നീ ഒരു പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ, അതെന്തായി? അതിനെപ്പറ്റി ആന്റിയോട് പറയാനാ ഞാൻ വന്നത്. എന്താ നിന്റെ ഐഡിയ? എന്താ ഇത്? ഗന്ധർവന്റെ പേരിൽ പാർവതിക്ക് ഞാൻ അയക്കാൻ പോകുന്ന പാഴ്സലാണിത്. എന്റെ ഒരു കൂട്ടുകാരി കൈയക്ഷരം നന്നായി കോപ്പി ചെയ്യും. ഞാൻ അവളെ കൊണ്ട് ഗന്ധർവന്റെ സെയിം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു കത്ത് എഴുതിച്ചിട്ടുണ്ട്. അല്ല, ഇതുകൊണ്ട് എന്താ ഗുണം? ബെനിഫിറ്റ് ഉണ്ട് ആന്റി. കൈലാഷിന് ഈ ഗന്ധർവനെ കണ്ണെടുത്താ കണ്ടൂടാ. അയാള് കാരണമാണ് പാർവതിക്ക് അവന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതെന്നാണ് കൈലാഷ് വിശ്വസിക്കുന്നത്.